Good morning. അപ്പോൾ നമുക്ക് കെമിസ്ട്രീനെ കണ്ടിന്യൂ ചെയ്യാം. നമ്മളിവിടെ വരെ കണ്ടു റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് എന്താണെന്ന് കണ്ടു അല്ലേ. എന്തൊക്കെയാണ് റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ്? ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സ് ആണ് കണ്ടു. നമ്മൾ കാണാൻ പോകുന്നത് നോബിൾ ഗ്യാസസ് ആണ്. ഓക്കെ, നോബിൾ ഗ്യാസസ് എന്തൊക്കെയാണെന്ന് അറിയോ? നോബിൾ ഗ്യാസസ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് 18 എല്ലാവരും ഗ്യാസ് ആണ്, അതൊക്കെ നോബിൾ ഗ്യാസ് ആണ്. ഓക്കെ, ഇപ്പോൾ നോബിൾ ഗ്യാസ് പീരിയോഡിക് ടേബിൾ എടുക്കാം. ഏതൊക്കെയാണ് നോബിൾ ഗ്യാസ് ഉണ്ടാവും? ഗ്രൂപ്പ് 18 ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, ആൻഡ്രൈഡൻ എന്താണ്? അവരൊക്കെ നോബിൾ ഗ്യാസസ് എന്നാണ് പറയുക. ഓക്കെ, നമുക്ക് ജസ്റ്റ് നോക്കാം എന്താണ്. Now try to write their electronic configuration. അപ്പോൾ നിങ്ങൾ നോക്കുക, ഈ ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ എഴുതുന്നില്ല, നിങ്ങൾക്ക് ആ ടേബിൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2 ആണ്. ഓക്കെ, ഹീലിയത്തിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, ഹീലിയത്തിൻ്റെ 2. ഓക്കെ, ഞാൻ എഴുതാം. നിയോണിൻ്റെ എന്താണ്? 2,8. ഞാൻ ടേബിൾ അടിയിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയാലും മതി. ഓക്കെ, നിയോണിൻ്റെ 2,8. ആർഗണിൻ്റെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതിക്കോളൂ, അപ്പോൾ നമുക്ക് എന്താ സംഭവം മനസ്സിലാവും. ഓക്കെ, ആർഗണിൻ്റെ 2,8,8. ക്രിപ്റ്റോണിൻ്റെ 2,8,18,8. സെനോണിൻ്റെ 2,8,18,18,8 അല്ലേ. ഇനി എന്താണ്? റേഡിൻ്റെ 2,8,18,32,18,8. ഇതാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഓക്കെ, ഇതാണ് ഇത്രയും ഗ്യാസാണ് നമ്മൾ നോബിൾ ഗ്യാസ് എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയേ. ഓക്കെ, ഹീലിയത്തിൻ്റെ എന്താണ്? ഒരു ഷെല്ല് യൂസ് ചെയ്യുള്ളൂ, പക്ഷേ ആ ഷെല്ല് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ് അല്ലേ. കെ എന്ന് പറഞ്ഞ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിനെ കൊള്ളാം? കെ എന്ന ഷെല്ലിൽ 2 ഇലക്ട്രോൺസിനെ കൊള്ളുള്ളൂ, അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. ഓക്കെ, ഇപ്പോൾ ഹീലിയം ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? ബാക്കിയുള്ളതിലൊക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ എന്താണ്? ഔട്ടർ മോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം 8 ആണ് അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്ത്, നമ്മൾ ഒക്ടറ്റ് കോൺഫിഗറേഷൻ പഠിച്ചു അല്ലേ. ഇവരെല്ലാവരും ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവരെല്ലാവരും സ്റ്റേബിൾ സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഇവർ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയും ചെയ്യില്ല. ഇവരെന്താണ്? ഇവർക്ക് അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഇവർ റിയാക്ഷനിൽ പങ്കെടുക്കില്ല. റിയാക്ഷനിൽ പങ്കെടുത്താലും വലിയ ഗുണമൊന്നുമില്ല. കാരണം എന്താ? ഇവർ സ്റ്റേബിളാണ്, ഓൾറെഡി സ്റ്റേബിളാണ്. ഈ റിയാക്ഷനിൽ പങ്കെടുത്ത് സ്റ്റേബിൾ ആവേണ്ട ആവശ്യം ഇവർക്കില്ല. അതുകൊണ്ടാണ് ഇവർ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, ഡു ദേ ടേക്ക് പാർട്ട് ഇൻ കെമിക്കൽ റിയാക്ഷൻ എന്നാണ് ചോദ്യം. സ്റ്റേബിൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കാനോ സ്വീകരിക്കാനോ പറ്റില്ല. അതുകൊണ്ട് ഇവർക്ക് കെമിക്കൽ റിയാക്ഷനിലൊന്നും ടേക്ക് പാർട്ട് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആർ നോൺ ആസ് നോബിൾ ഗ്യാസസ്. ഓക്കെ, ഇപ്പോൾ ഗ്രൂപ്പ് 8 എലമെന്റ്സിനെയാണ് നമ്മൾ നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്? ജസ്റ്റ് ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. The elements helium, neon, argon, krypton, xenon and radium of group 18 in the periodic table are known as noble gases. They are monoatomic molecules. ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നതാണ്. Normally they do not combine with others. വേറെ ആൾക്കാരായിട്ട് കമ്പൈൻ ചെയ്യാറില്ല. Hence they are called inert gases. അപ്പോൾ നോബിൾ ഗ്യാസിന് വേറൊരു പേരാണ് inert gas. ഓക്കെ, അപ്പോൾ വേറെ ആരായിട്ട് കമ്പൈൻ ചെയ്യാത്തതുകൊണ്ട് അവരെ inert gas എന്ന് വിളിക്കും. നോബിൾ ഗ്യാസ് ഓർ inert, INERT, inert gas. വെരി സ്മോൾ ക്വാണ്ടിറ്റീസിലാണ് അവർ കാണപ്പെടുന്നത്. ഓക്കെ, റെയർ ഗ്യാസ് ആണ്. they are also called rare gas. അപ്പോൾ വേറൊരു പേര് റെയർ ഗ്യാസ് എന്ന് പറയും. നോബിൾ ഗ്യാസ്, ഇനേർട്ട് ഗ്യാസ്, റെയർ ഗ്യാസ് എന്ന് പറയും. ഹീലിയം എന്ന് പറയും. ഹീലിയം എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഹീലിയം ഈസ് യൂസ്ഡ് ഫോർ ഫില്ലിംഗ് വെതർ ബലൂൺസ്. ഓക്കെ, വലിയ ബലൂൺസ് നമ്മൾ പൊങ്ങി പോണ ബലൂൺസ് കണ്ടിട്ടുണ്ട് അല്ലേ. വെതർ ബലൂൺസിലൊക്കെ ഹീലിയാണ്. ഓക്കെ, ആസ് ഇറ്റ് ഈസ് ഹാസ് ലോ ഡെൻസിറ്റി, കാരണം ഡെൻസിറ്റി കുറവാണ്. നിയോൺ ഗ്യാസ് ഈസ് യൂസ്ഡ് ഇൻ ഡിസ്ചാർജ് ലാംപ്സ് ഫോർ ഓറഞ്ച് കളർ. ഓക്കെ, ഓറഞ്ച് കളറുള്ള ലാമ്പിലൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? നിയോൺ ആണ് യൂസ് ചെയ്യുന്നത് ഗ്യാസ്. ആർഗൺ ഗ്യാസ് നമ്മൾ ഇലക്ട്രിക്കൽ ബൾബിന് യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അതിൻ്റെ ഉള്ളിൽ ട്യൂബ് ലൈറ്റിനുള്ളൊക്കെ ഇവാപറേഷൻ ഇല്ലാണ്ടിരിക്കാൻ നമ്മൾ യൂസ് ചെയ്തത് ഗ്യാസാണ്. ഇപ്പോൾ യൂസ് ചെയ്യുന്നില്ല LED-യിലൊന്നും. പണ്ടത്തെ നമ്മുടെ ട്യൂബ് ലൈറ്റിലൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറ്റി വിട്ടിരുന്ന ഗ്യാസാണ് ആർഗൺ ഗ്യാസ്. ഓക്കെ, പിന്നെ റേഡൻ എന്ന് പറയുന്നത് ഒരു റേഡിയോ ആക്റ്റീവ് ഗ്യാസാണ്. വലിയ ചെറിയ അളവിൽ കാണുന്ന റേഡിയോ ആക്റ്റീവ് ഗ്യാസാണ്. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, സൈഡിൽ കൊടുത്തത്. നമ്മളിപ്പോൾ നോബിൾ ഗ്യാസിൻ്റെ കാര്യം കണ്ടു. ഇനി നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സിലേക്ക് പോവാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അപ്പോൾ നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 13 ടു ഗ്രൂപ്പ് 18 പറഞ്ഞു. അപ്പോൾ ഗ്രൂപ്പ് 3 to 12 നമ്മളവിടെ പറഞ്ഞില്ല. ഓക്കെ, അപ്പോൾ ഈ ഗ്രൂപ്പ് 3 to 12 പറയുന്ന പേരാണ് എന്ത്? ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ദാറ്റ് എലമെൻറ്റ്സ് ഇൻക്ലൂഡഡ് ഇൻ ദ ഗ്രൂപ്പ് 3 to 12.
ഓക്കെ, അപ്പോൾ 3ാമത്തെ ഗ്രൂപ്പ് തുടങ്ങി 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള അതിൻ്റെ ഉള്ളിലുള്ള എലമെൻസിനെ പറയുന്ന പേരാണ് ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, ഈ ട്രാൻസിഷൻ എലമെൻറ്റ്സ് എല്ലാവരും മെറ്റലായിരിക്കും. ഓക്കെ, ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. ഒരു പ്രത്യേകതയാണ് പറയുന്നത്, ആ 13 to 12 എല്ലാവരും മെറ്റലാണ്. അവർ കളേർഡ് കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യും. ദേ ഷോ സിമിലാരിറ്റീസ് ഇൻ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ഗ്രൂപ്പ്സ് ആസ് വെൽ ആസ് ഇൻ പീരീഡ്. എന്താണ്, പീരീഡിലും ഗ്രൂപ്പിലും അവർ എന്താ കാണിക്കും, സിമിലാരിറ്റി കാണിക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റി കാണിക്കും. അതുകൊണ്ടാണ് ആ 3 to 12 നമ്മൾ ട്രാൻസിഷൻ എലമെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പ്രത്യേകത? 3 to 12 ഗ്രൂപ്പ് 3 to 12 ആണ് കേട്ടോ. എന്താണ്, അവർ ട്രാൻസിഷൻ എലമെന്റ്സ് എന്ന് വിളിക്കും. അവരൊക്കെ മെറ്റലാണ്. ദേ ഫോം കളേർഡ് കോമ്പൗണ്ട്സ്. കളറായിട്ടുള്ള കളറിലുള്ള കോമ്പൗണ്ട്സ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ്, ദേ ഷോസ് സിമിലർ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഇൻ ബോത്ത് പീരീഡ് ആൻഡ് ഇൻ ഗ്രൂപ്പ്. ഗ്രൂപ്പിലും പീരീഡ് വൈസും എന്ത് കാണിക്കും, സിമിലർ പ്രോപ്പർട്ടി കാണിക്കും, കെമിക്കൽ പ്രോപ്പർട്ടീസ്. ലന്തനോയിഡ്സ് ആൻഡ് അസിറ്റിനോയിഡ്സ്. ഓക്കെ, ആക്റ്റിനോയിഡ്സ്, ആസിറ്റിനോയിഡ്സ് അല്ല ആക്റ്റിനോയിഡ്സ്. ഓക്കെ, ലന്തനോയിഡ്സ് ആൻഡ് ആക്റ്റിനോയിഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താണ്, ഫൈൻഡ് ഔട്ട് ദ പൊസിഷൻ അലോട്ടഡ് ടു എലമെന്റ്സ് വിത്ത് ആറ്റോമിക് നമ്പർ 57 to 71. നോക്കുക, ടേബിൾ നോക്കുക, ലന്തനോയിഡ്സും ആക്റ്റിനോയിഡ്സും. ഓക്കെ, ആക്റ്റിനോയിഡ്സ് ആൻഡ് ലന്തനോയിഡ്സ്. ആറ്റോമിക് നമ്പർ 57 71. ഓക്കെ, അപ്പോൾ ആറ്റോമിക് നമ്പർ 57 ആയിട്ടുള്ളത് കണ്ടോ. ഓക്കെ, ലന്താനം എന്ന് പറയുന്നത് കണ്ടോ, കാരണം 57 തുടങ്ങി 71 വരെ ആ ലന്താനത്തിൻ്റെ മുകളിലാണ് എഴുതിയത്. ബാക്കിയൊക്കെ ഒരേ നമ്പറുകൾ എഴുതിയിട്ടുള്ളൂ അല്ലേ. നമുക്ക് ഹീലിയത്തിൽ ഹൈഡ്രജൻ്റെ മുകളിൽ 1, ഹീലിയത്തിൻ്റെ മുകളിൽ 3, ബെറീലിയത്തിൻ്റെ മുകളിൽ 4. പക്ഷെ നോക്കിയേ ഈ 50 നോക്ക്, ലന്താനം എന്ന് പറയുന്നത് 1 2 3 4 5 6 6th പീരീഡിൽ 3rd ഗ്രൂപ്പിലുള്ളതാണ്. LALU എന്ന് എഴുതിയിട്ടുണ്ട്, ലന്താനം, LALU ലന്താനം. അതിൻ്റെ മുകളിൽ എന്താ ആറ്റോമിക് നമ്പർ എഴുതിയാണ്, 57 to 71 എഴുതിയിട്ടുണ്ട് അല്ലേ. ഒറ്റ നമ്പറുകളല്ല എഴുതിയാണ്, ഒരു റേഞ്ച് ഓഫ് നമ്പറുകളാണ് എഴുതിയത്. 57 to 71 എഴുതിയിട്ടുണ്ട് അല്ലേ. അതേപോലെ തന്നെ നോക്കിയേ 89 to 103, 89 to 103. അതിൻ്റെ തൊട്ട് താഴെയുള്ളത് ആക്റ്റിനം. ഓക്കെ, ACLR ലന്താനത്തിന് തൊട്ട് താഴെയുള്ളത് ആക്റ്റിനം, ACLR. 89 to 103. ബാക്കിയുള്ളവർക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, അതിൻ്റെ മുകളിലൊരു ആറ്റോമിക് നമ്പറേ ഉള്ളൂ. ലന്താനത്തിനും ആക്റ്റിനത്തിനും എന്താണ്, അതിൻ്റെ മുകളിലൊരു സീരീസ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് ആണ്. ഓക്കെ, അപ്പോൾ അതാണ് എന്തെന്ന് നമുക്ക് നോക്കാം. The elements in the period 7 given separate position at the bottom of the periodic table. Okay. The same way, elements with atomic number 89 to 103 of period 7 are given in separate position at the bottom of the periodic table. Okay. നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ 57 to 71 ലന്താനം. ഓക്കെ, പിന്നെ 57 കഴിഞ്ഞിട്ട് നമുക്ക് 58 വേണം. ലന്താനം എന്താണ്, 57 ആണ്. അപ്പോൾ 58 തുടങ്ങി 71 വരെ കാണാനില്ല. നമുക്ക് താഴെ നോക്കി, ഏറ്റവും താഴെ ബോട്ടത്തിൽ കൊടുത്താൽ നോക്കി 58 59 ഉണ്ടോ, സീഷ്യം 59 50 60 61 62 63 അങ്ങനെ 17 വരെ എന്താണ്, ഈ ലന്താനത്തിൽ നമ്മൾ സീരീസ് കൊടുത്തിട്ട് ആ ലന്താനം കഴിഞ്ഞിട്ടുള്ള എലമെന്റ്സ് 71 വരെയുള്ള ആറ്റോമിക് നമ്പർ എലമെന്റ്സ് നമ്മൾ താഴെയാണ് കൊടുത്തിരുന്നത് അല്ലേ. അതേപോലെ തന്നെ ആക്റ്റിനെ നോക്കുക, ആക്റ്റിന് 89 ആണ്. ആക്റ്റിനെ കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് 90 ആണ്. 190 തോറിയാണ്, 90 തോറിയം. ഓക്കെ, പക്ഷെ അവിടെ നിന്ന് കൊടുത്തിട്ടില്ല, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ താഴെ എന്താണ് നോക്കുക, 89 90 91 അങ്ങനെ 103 വരെ നമ്മൾ താഴെയാണ് കൊടുത്തിരുന്നത്. ഓക്കെ, ലോറൻസിയം വരെ നമ്മൾ താഴെയാണ് കൊടുത്തിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഫില്ല് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ദീസ് എലമെൻറ്റ്സ് ആർ കോൾഡ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു അല്ലേ. ഗ്രൂപ്പ് 3 to 12 ട്രാൻസിഷൻ എലമെൻറ്റ്സ് ആണെന്ന് പറഞ്ഞു. പക്ഷേ ആ താഴെ കൊടുത്തേണ്ട എലമെൻറ്റ്സ് ഇല്ലേ, അവരെ നമ്മൾ പറയുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, നമ്മൾ ബോട്ടത്തിൽ 2 സെപ്പറേറ്റ് കോളായിട്ട് കൊടുത്തിട്ടുണ്ട്. അവരെ പറയുന്ന പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഇന്നർ ട്രാൻസ്മിഷൻ എലമെൻറ്റ്സ് ഫ്രം ലന്താനം ടു ലിത്തിയം ഓഫ് പീരീഡ് 6 ആർ കോൾഡ് ലന്തനോയിഡ്സ്. ഇപ്പോൾ ലന്താനം തുടങ്ങിയാൽ പറഞ്ഞു എന്താണ്, മനസ്സിലാവും. ലന്താനം തുടങ്ങി LALU ലന്താനം തുടങ്ങി എന്താണ്, LALU എന്ന് എഴുതുന്നതാണ്. ഈ LA തുടങ്ങി LU വരെ എന്താണ്, LA തുടങ്ങി LU വരെ നമ്മൾ താഴെ ഒരു ബോക്സിലാണ് കൊടുത്തത് അല്ലേ. ഇവിടെ LALU എന്ന് എഴുതിയിട്ട് 57 to 71 എഴുതി. അങ്ങനെ ഒരു പ്രോപ്പർട്ടീസിൽ വ്യത്യാസം കാണിക്കുന്നതുകൊണ്ടാണ് ഇവർ താഴെ ഇറക്കി എഴുതിയത്. ഇവരെ പറയുന്ന പേരാണ്, ഈ 2 ഗ്രൂപ്പിനും പറയുന്ന പേരാണ് എന്ത്, ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. അതേപോലെ തന്നെ ആക്റ്റിനം ACLR ഉണ്ട്. ആക്റ്റിനം തുടങ്ങി ലോറൻസിയം വരെ
ACLR. ആദ്യത്തെയും അവസാനത്തെ പേരാണ് ഇവിടെ സ്ലാഷിട്ട് കൊടുത്തത്. ആക്ടിനം തുടങ്ങി ലോറൻസിയം വരെ 89 to 103 അറ്റോമിക് നമ്പർ വന്നത് നമ്മൾ താഴെയാണ് കൊടുത്തത്. ഓക്കെ, അപ്പം ലന്താനം തുടങ്ങി ലൂട്ടിയം വരെ ഉള്ളത്. ഓക്കെ, ലൂട്ടിയം വരെ ഉള്ളത് നമ്മൾ എന്ത് പറയും? ലാന്തനോയിഡ്സ് പറയും. അപ്പോൾ എല്ലാ എഴുതി 57 തുടങ്ങി 71 വരെയുള്ളത് നമ്മൾ ആക്ടിനോയിഡ്സ് എന്ന് പറയും. സോറി, ലന്താനല്ല തുടങ്ങിയത്, അപ്പം ലാന്തനോയിഡ്സ്. ലന്താനം തുടങ്ങണമായിരുന്നു നമ്മൾ ലാന്തനോയിഡ്സ് എന്ന് പറയും. ഇനി ആക്ടിനത്തിൻ്റെ എന്താണ് പ്രത്യേകത? ആക്ടിനം നമ്മൾ തുടങ്ങുന്നത് സെക്കൻഡ് ബോക്സ് ആണ് അല്ലേ? ആക്ടിനം തുടങ്ങി ലോറൻസിയം വരെ. അപ്പം ആക്ടിനത്തിൽ തുടങ്ങണമായിരുന്നു അതിനെ ആക്ടിനോയിഡ്സ് എന്ന് പറയും. ലന്താനത്തിൽ തുടങ്ങണമായിരുന്നു ഈ ഫസ്റ്റ് ബോക്സിനെ ലാന്തനോയിഡ്സ് എന്ന് പറയും. ആക്ടിനത്തിൽ തുടങ്ങണമായിരുന്നു ഈ സെക്കൻഡ് ബോക്സിനെ എന്ത് പറയും നമ്മൾ? ആക്ടിനോയിഡ്സ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലന്താനം, ആക്ടിനം, ലാന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് അങ്ങനെ സിമിലാരിറ്റി വെച്ച് പഠിക്കാം. Inner transition elements from actinium to lawrencium of period 7 are called actinoids. അപ്പോൾ താഴെയുള്ള ഏറ്റവും താഴെയുള്ള റോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. അതിന് തൊട്ട് മുമ്പുള്ള താഴെ രണ്ട് സെപ്പറേറ്റ് ആയിട്ട് റോ കൊടുത്തിട്ടില്ലേ? തൊട്ട് മുമ്പുള്ള റോനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലന്തനോയിഡ്സ് എന്ന് പറയുന്നത്. ലന്താനത്തിൽ തുടങ്ങുന്ന ആരാണ്? ലന്തനോയിഡ്സ്. പുറത്താണ് ലന്താനത്തിൽ തുടങ്ങും, അപ്പോൾ ലാന്തനോയിഡ്സ്. ആക്ടിനത്തിൽ തുടങ്ങും, അപ്പോൾ എന്താണ്? ആക്ടിനോയിഡ്സ് എന്ന് പറയുന്നത്. ലന്തനോയിഡ്സ് ആർ ഓൾസോ കോൾഡ് റെയർ എർത്ത്. ഓക്കെ, റെയർ എർത്ത് എന്നാണ് നമ്മളതിനെ വേറെ പേരിൽ പറയുന്നത്. ഇത് ലാന്തനോയിഡ്സിനെ വേറൊരു പേരിൽ പറയും റെയർ എർത്ത്. ആക്ടിനോയിഡ്സ് ആഫ്റ്റർ യുറേനിയം ആർ ആർട്ടിഫിഷ്യൽ. ഓക്കെ, അപ്പോൾ ഇത് വന്നത് എന്താണ്? യുറേനിയം കഴിഞ്ഞിട്ട് വന്ന ഈ NP, PU, AM, CM, BK, CF, ES ഒക്കെ ഇല്ലേ? നമുക്ക് കളർ മാറി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്താണ്? ഇതൊക്കെ ആർട്ടിഫിഷ്യൽ എലമെൻറ്റ്സ് ആണ്. ഓക്കെ, അത് നമ്മൾ പേരൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. എന്താണ് ലന്തനോയിഡ്സ്, എന്താണ് ആക്ടിനോയിഡ്സ്? പീരിയോഡിക് ടേബിൾ ഉള്ളതാണ് ഈ രണ്ട് ബോക്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് ഈ ബോക്സിൻ്റെ കാര്യം പറഞ്ഞില്ല. ഇതിൻ്റെ പറഞ്ഞ പേരാണ് ഇന്നർ ട്രാൻസിഷൻ എലമെൻറ്റ്സ്. ഓക്കെ, ശരിക്കും ഗ്രൂപ്പ് 3 to 12 ഇടയിൽ വന്നതാണ്. പക്ഷേ ഇവർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് എഴുതിയാണ്. കാരണം അവരുടെ പ്രോപ്പർട്ടീസിൽ കുറച്ച് വ്യത്യാസം കാണിക്കുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ ഇവിടെ ഇറക്കി എഴുതിയത്. അപ്പോൾ ലന്താനത്തിൽ തുടങ്ങി ലിറ്റ്യൂരിയം വരെയുള്ളത് 57 to 71. അപ്പോൾ ലാന്തനോയിഡ്സ് എന്ന് പറയും. അതാണ് താഴെ കൊടുത്തത്. ഓക്കെ, ഇനി ആക്ടിനത്തിൽ തുടങ്ങി ലോറൻസിയം വരെയുള്ളത് എന്താണ്? ആക്ടിനോയിഡ്സ്. അതാണ് താഴത്തെ ബോക്സിൽ കൊടുത്തത്. ഓക്കെ, ഈ ലാന്തനോയിഡ്സ് നമ്മൾ വേറൊരു പേരോടും പറയും റെയർ എർത്ത് എന്ന് പറയും. ഓക്കെ, അപ്പോൾ അതൊക്കെ ഇത് അടുത്തതാണ് പീരിയോഡിക് ട്രെൻഡ്സ് ഇൻ ദ പീരിയോഡിക് ടേബിൾ സൈസ് ഓഫ് ആൻ ആറ്റം ഇൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. Are you familiar with the Bohr model of an atom? See the Bohr model of atom of certain elements in group 1. Okay, ഇപ്പോൾ എന്താണ് ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ ബോർ മോഡൽ എന്ന് വരച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തത്. ഗ്രൂപ്പ് 1 എലമെന്റ്സിന്റെ ബോർ മോഡൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൻ്റെ എന്താ? ഹൈഡ്രജൻ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയത്തിൻ്റെ ഒക്കെ നമുക്ക് എന്ത് കൊടുത്തിട്ടുണ്ട്? ബോർ മോഡൽ സൈഡിൽ വരച്ചിട്ടുണ്ട്. ജസ്റ്റ് നോക്കുക, നമ്മൾ വരച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ. വിച്ച് വൺ ഈസ് ദ ബിഗ്ഗർ ആറ്റം? എന്താണ് ഏറ്റവും ബിഗ്ഗസ്റ്റ് ആറ്റം ഏതാണ്? ഹൈഡ്രജൻ എന്ന ഹൈഡ്രജൻ ആണോ, ലിഥിയം ആണോ, സോഡിയം ആണോ, പൊട്ടാസ്യം ആണോ, അതോ റുബീഡിയം ആണോ? ബിഗ്ഗസ്റ്റ് ആറ്റം റുബീഡിയം ആണെന്ന് പറയാം. കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും അല്ലേ? വിച്ച് വൺ ഈസ് ദ സ്മോളസ്റ്റ്? ഏറ്റവും ചെറുത് ഏതാണ്? ചെറുത് ഹൈഡ്രജൻ ആണ് അല്ലേ? വാട്ട് ഹാപ്പൻസ് ടു ദ സൈസ് ഓഫ് ദ ആറ്റം വെൻ വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ്? എന്താണ് നമ്മൾ താഴത്തേക്ക് പോകുന്ന ഒരു ഗ്രൂപ്പിൻ്റെ താഴത്തേക്ക് പോകുന്നവരും ആറ്റത്തിൻ്റെ സൈസിന് എന്താണ് സംഭവിക്കുന്നത് എന്നാണ് കൊടുത്തത് കേട്ടോ. ഇതൊരു ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ്. നമ്മൾ താഴത്തേക്ക് പോകുന്നവരും ആറ്റത്തിൻ്റെ സൈസിന് എന്ത് പറ്റി? ആറ്റത്തിൻ്റെ സൈസ് ഇൻക്രീസ് ചെയ്ത് വന്നുകൊണ്ടിരുന്നു. ആസ് വി മൂവ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ് എന്നല്ല. ഹൈഡ്രജൻ ഏറ്റവും മുകളിൽ കിടക്കുന്നതാണ്, റുബീഡിയം എന്താണ് ഏറ്റവും താഴെ കിടക്കുന്നതാണ്. ഹൈഡ്രജൻ്റെ സൈസിനെ അപേക്ഷിച്ച് റുബീഡിയത്തിൻ്റെ സൈസ് നോക്കി വളരെ വലുതാണ് അല്ലേ? അപ്പോൾ താഴത്തേക്ക് പോകുന്നവർ എന്ത് കൂടിക്കൊണ്ടിരിക്കും? സൈസ് കൂടിക്കൊണ്ടിരിക്കും. റീസൺ എന്താണ് അതിൻ്റെ റീസൺ? കാരണം ഷെല്ലുകളുടെ എണ്ണം കൂടും അല്ലേ? ഹൈഡ്രജന് ഒരു ഷെല്ലേ ഉള്ളൂ, ലിഥിയത്തിന് 2 ഷെല്ലുണ്ട്, സോഡിയത്തിന് 3 ഷെല്ലുണ്ട്, പൊട്ടാസ്യത്തിന് 4 ഷെല്ലുണ്ട്, റുബീഡിയത്തിന് അതിനേക്കാൾ കൂടുതൽ ഷെല്ലുണ്ട്. അപ്പോൾ ഷെല്ലിൻ്റെ എണ്ണം കൂടുന്തോറും നമ്മുടെ സൈസും കൂടും. As we move from top to bottom of a group, the periodic table, the size of the atom increases as there is the increase in the number of shells. അതാണ് അതിൻ്റെ കാരണം. എന്താണ് നമ്മൾ താഴത്തേക്ക് പോകുന്തോറും സൈസ് കൂടാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെൽസ് കൂടുന്നു. ആറ്റോമിക് സൈസ് ഇൻ എ പീരീഡ്. ഇനി പീരീഡ് വൈസ് നോക്കാം. അപ്പോൾ ഗ്രൂപ്പ് വൈസ് നമ്മൾ എന്ത് കണ്ടു? ഗ്രൂപ്പ് വൈസ് തന്നെ താഴത്തേക്ക്. ഓക്കെ, ഗ്രൂപ്പ് വൈസ് താഴത്തേക്ക് ആറ്റോമിക് സൈസ് കൂടുന്നു. ഓക്കെ, ഗ്രൂപ്പ് വൈസിൽ ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ? ഗ്രൂപ്പ്
ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുന്നതോറും ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുന്നതോറും ആറ്റോമിക് സൈസ് ഇൻക്രീസസ് as we go down. ഈ പീരീഡിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. Find see the figure 4.2, the representation of Bohr models of an elements in the atomic number 3 to 9 in the second period of the periodic table. അപ്പോൾ നോക്കി സെക്കൻഡ് പീരീഡിലെ ആറ്റത്തിന്റെ ബോർ മോഡലാണ്. പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പോകുന്നതാണ് പീരീഡ്, ഇങ്ങനെ പോകുന്നതാണ് പീരീഡ് എന്ന് പറയുന്നത്. ലിഥിയം, ബെറീലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ, ഓക്സിജൻ, ഫ്ലൂറിൻ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റുക സൈസിൽ? ഒരു ഇൻക്രീസിംഗ് ആണോ ഡിക്രീസിംഗ് ആണോ കാണാൻ പറ്റുന്നത്? Okay, size. There is an increase in the number of shells with increase in the atomic number. Okay, atomic number കൂടുതൽ അനുസരിച്ച് എന്താണ് ഷെല്ലിൽ ഇൻക്രീസ് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ. ഇവിടെ ആറ്റോമിക് നമ്പർ 3 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ എന്താണ് 5 ആണ്. ആറ്റോമിക് നമ്പർ കൂടുന്നുണ്ടെങ്കിലും എന്ത് കാണാൻ പറ്റുന്നില്ല? ആ ഷെല്ലിൻ്റെ സൈസിൽ ഒരു ഇൻക്രീസ് കാണാൻ പറ്റുന്നില്ല അല്ലേ. ഈ ആറ്റത്തിൻ്റെ സൈസ് അതിനനുസരിച്ച് കൂടുന്നില്ല. What happens to the nuclear charge with increase in the atomic number? Okay, ഈ ആറ്റോമിക് നമ്പർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഈ ചാർജ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യണോ എന്ന് ചോദ്യം. ഉള്ളിലുള്ള ചാർജ് ഇവിടെ 3+, ഇവിടെ 4+, ഇവിടെ 5+, ഇവിടെ 6+, ഇവിടെ 7+, ഇവിടെ 8+, ഇവിടെ 9+. അപ്പോൾ ആറ്റോമിക് എന്ത് കൂടുന്നതനുസരിച്ച് ആറ്റോമിക് നമ്പർ കൂടുന്നതനുസരിച്ച് ഇവിടെ ന്യൂക്ലിയർ ചാർജ് ആണ് കൂടുന്നത് അല്ലേ. ഫസ്റ്റ് നോക്കിയേ, ന്യൂക്ലിയർ ചാർജ് മറ്റേതിൽ കൂടും, പക്ഷെ ഇവിടെ നമുക്ക് സൈസിൽ മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ ന്യൂക്ലിയർ ചാർജിൽ ഒരു കൂടുതൽ ഈ ഒരു ഇൻക്രീസ് നമുക്ക് കാണപ്പെടും. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് കാരണം എന്ന്. പോസിറ്റീവ്ലി ചാർജ്ഡ് ന്യൂക്ലിയസ് അട്രാക്ട് ഇലക്ട്രോൺസ് അല്ലേ. ഇപ്പോൾ ന്യൂക്ലിയസിന് എപ്പോഴും പോസിറ്റീവ് ചാർജാണെന്ന് അറിയാം അല്ലേ. നടുക്കുള്ള ന്യൂക്ലിയസിന് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോണിന് എന്ത് ചാർജാണ്? ഇലക്ട്രോണിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ പോസിറ്റീവ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഈ ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും, നെഗറ്റീവ് ആയിട്ടുള്ള ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യും. Therefore, on moving from left to right on a periodic table, the nuclear charge increases. അപ്പോൾ എന്ത് കൂടും? ന്യൂക്ലിയർ ചാർജ് കൂടും. എവിടെ വരെ പോകുമ്പോ ലെഫ്റ്റ് ടു റൈറ്റ് എന്ന് വെച്ചാൽ തുടക്കം മുതൽ അവസാനം വരെ പോകുമ്പോ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. ലെഫ്റ്റ് ടു റൈറ്റ് കേട്ടോ. പീരീഡ് എപ്പോഴും ഇങ്ങനെയാണ് പോകുന്നത് വരച്ചിട്ടുണ്ട്. പീരീഡ് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്നതോറും ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യും. The force of attraction on the outermost electron increases and consequently the atom of the size decreases. അപ്പോൾ ഈ ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനൊക്കെ ന്യൂക്ലിയസിനെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ടൊക്കെ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ഇതിൻ്റെ സൈസ് നമുക്ക് കൂടാതെ കുറയുന്നതായിട്ട് കാണുന്നത്. ഓക്കെ, ദ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഓൺ ദ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഇൻക്രീസസ്. ലാസ്റ്റിലുള്ള ഇലക്ട്രോണിൻ്റെ ആ അട്രാക്ഷൻ്റെ ഫോഴ്സ് കൂടും. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിൽ പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്താ ചെയ്യുന്നത്? ആറ്റത്തിൻ്റെ സൈസ് ഡിക്രീസ് ആണ് ചെയ്യുന്നത്. ഓക്കെ, ഡിക്രീസസ്. അപ്പോൾ ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുന്നതോറും ആറ്റത്തിൻ്റെ സൈസ് കൂടി കൂടി വരും. ഇത് പീരീഡിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കുറഞ്ഞു കുറഞ്ഞ് വരും. ഓക്കെ, അതാണ് ആറ്റത്തിൻ്റെ സൈസിലുള്ള കാര്യത്തിൽ. നമ്മൾ ആറ്റത്തിൻ്റെ സൈസ് കുറയാനുള്ള കാരണം എന്ന് പറയുന്നത് എന്താണ്? ഈ ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ടാണ് ആറ്റത്തിൻ്റെ സൈസ് കുറയുന്നത്. ഓക്കെ, അപ്പോൾ ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുന്നതോറും സൈസ് കൂടും, പീരീഡിൽ ലെഫ്റ്റ് ടു റൈറ്റ് പോകുന്നതോറും സൈസ് കുറയും. കുറയാനുള്ള കാരണമാണ് ന്യൂക്ലിയർ ചാർജ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. ഓക്കെ, ഇനി അയോണൈസേഷൻ എനർജി. You have understood how sodium chloride is formed by combining sodium and chlorine atoms. അല്ലേ, സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുക? സോഡിയം ക്ലോറിനും കൂടി ചേർന്നിട്ടാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുക. ഈസ് ഇൻ ആൻ അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. യെസ്, അത് ട്രാൻസ്ഫർ ചെയ്തിട്ടാണ് ബോണ്ട് ഉണ്ടാക്കുന്നത്. The Bohr model of sodium and chlorine are given. ഓക്കെ, അപ്പോൾ സോഡിയം ക്ലോറിൻ കമ്പൈൻ ചെയ്തിട്ടാണ് സോഡിയം ക്ലോറൈഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞു. അപ്പോൾ സോഡിയത്തിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിഗറും ക്ലോറിൻ്റെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഫിഗറാണ് തന്നിട്ടുള്ളത് അല്ലേ. In which among 1 2 3 4 5 6 7 okay, which among these lows electron? Okay, ഏതാണ് ഇലക്ട്രോണിനെ ലോസ് ചെയ്യാൻ ആറ്റം എന്നാണ് ചോദ്യം. നിങ്ങൾ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എടുക്കുക. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സോഡിയത്തിന് എത്രയാണുള്ളൂ? 1 ആണുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1 2 3 ഇലക്ട്രോൺസ് ആണെന്ന് ഇവർ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുന്നവരായിരിക്കും അല്ലേ. 4 ആണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് കോവാലന്റ് ബോണ്ട് ഉണ്ടാക്കും. 5 6 7 ആണെന്നുണ്ടെങ്കിൽ അവർ സ്വീകരിക്കുന്നവരായിരിക്കും, വെയിറ്റ് ആവാൻ നോക്കുന്നവരായിരിക്കും. അപ്പോൾ ഇവിടെ സോഡിയത്തിൻ്റെ ലാസ്റ്റിൽ ഒരു ഇലക്ട്രോണേ ഉള്ളൂ. അപ്പോൾ സോഡിയം ആയ ഇലക്ട്രോണെ വിട്ടുകൊടുക്കും. അപ്പോൾ ആരായിരിക്കും ഇലക്ട്രോണെ സ്വീകരിക്കുക? ക്ലോറിൻ്റെ. ഇപ്പം ക്ലോറിന് എന്താണ്? ക്ലോറിൻ ആറ്റത്തിൻ്റെ ലാസ്റ്റിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കിയാൽ 7 ഇലക്ട്രോണേ ഉള്ളൂ. ആ ക്ലോറിൻ്റെ ഒരു ഇലക്ട്രോണിനെ വരുമ്പോൾ അത് ഒക്ടറ്റ് കംപ്ലീറ്റ് ആക്കി 8 ഇലക്ട്രോണായിട്ട് മാറും. ഓക്കെ, അപ്പോൾ സോഡിയം എന്ത് ചെയ്യും? സോഡിയത്തിൻ്റെ ആ ഷെല്ല് പോകും. അപ്പോൾ ഇവിടെ സോഡിയം അവിടെ 8 ആയി മാറി, ക്ലോറിനോട് 8 ആയി മാറി, രണ്ടുപേരും സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യും. അപ്പോൾ ആരാണ് കൊടുക്കുന്നത്? നമുക്ക് ഇലക്ട്രോണെ കൊടുക്കുന്നത് സോഡിയം, ഇലക്ട്രോണെ സ്വീകരിക്കുന്നത് ക്ലോറിനുമാണ്.
ഓക്കെ. Atoms become charged when there is a transfer of electrons in this way. അല്ലേ, ഇലക്ട്രോൺസിന് നമ്മൾ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ആറ്റത്തിന് ചാർജ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നവർക്ക് പോസിറ്റീവ് ചാർജ്, വാങ്ങിക്കുന്നവർക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടാവും എന്ന് പറഞ്ഞു. ഓക്കെ, അതാണ് സോഡിയാണ് കൊടുത്തത്. അപ്പോൾ സോഡിയത്തിന് Na+ എന്ന് പറഞ്ഞു, ക്ലോറിൻ വാങ്ങിച്ചു, അപ്പോൾ ക്ലോറിന് മൈനസ് വന്നു. ഓക്കെ, ഇൻ സച്ച് എ പ്രോസസ് മെറ്റൽ ലോസ് ഇലക്ട്രോൺ ആൻഡ് ബിക്കം പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ്. ഓക്കെ, കൊടുക്കുന്നവരും എന്താണ്, ഇലക്ട്രോൺസിന് നഷ്ടപ്പെട്ട് പോസിറ്റീവായിട്ടുള്ള അയോൺസ് ആയിട്ട് മാറും. അതെന്താണ്, the energy needed to liberate electrons from this atom is called ionization energy. അപ്പോൾ എന്താണ് ionization energy? നമുക്ക് നോക്കാം, താഴെ ബോക്സ് കൊണ്ട് വായിച്ചിട്ട് പറയാം. The amount of energy required to liberate the most loosely bound electron from the outermost shell of an isolated gaseous atom of an element is called ionization energy. ഏറ്റവും ലാസ്റ്റത്തെ ഷെല്ലിന്, ഏറ്റവും ലാസ്റ്റ് ഷെല്ലിൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസ് ആയിട്ട് അധികം എന്താണ് അട്രാക്ഷൻ കുറവായിരിക്കും. അപ്പോൾ ലൂസ്ലി ഇതായിരിക്കും ലാസ്റ്റ് ഷെല്ലിൽ ഇരിക്കുക. അപ്പോൾ ഏറ്റവും ലൂസ് ആയിട്ടുള്ള എന്താണ് ലൂസ്ലി ബൗണ്ടഡ് ഇലക്ട്രോൺ. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ട് കൊടുക്കാൻ ആവശ്യമായിട്ട് നമുക്ക് എനർജി വേണം. എനർജി ഉണ്ടെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും പറ്റുള്ളൂ അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജീനെ പറയുന്നത്, ആ എനർജി എന്താണ്, അത് ആ എനർജീനെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. Okay, the amount of energy required to liberate the most loosely bound electron from the outermost shell of an isolated gaseous atom of an element. The gaseous atom of an element എന്ന് പറയുന്നുണ്ട് എലമെൻ്റ് പ്രത്യേകതയാണ്. ഓക്കെ, ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ നിങ്ങൾ ഓർത്താൽ മതി, ഔട്ടർമോസ്റ്റ് ഷെല്ലിലെ ഏറ്റവും ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജീനെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. ഓക്കെ, the energy needed to liberate electrons from the atom is called ionization energy എന്ന് പറയും. ലാസ്റ്റ് ഷെല്ലിൽ നിന്ന് ഇലക്ട്രോൺസിന് വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജീനെ വിളിക്കുന്ന പേരാണ് അയോണൈസേഷൻ എനർജി. അയോണൈസേഷൻ എനർജി രണ്ട് കാര്യത്തിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. ഒന്ന് പറയുന്നത് ന്യൂക്ലിയർ ചാർജും, രണ്ടെന്ന് പറയുന്നത് സൈസ് ഓഫ് ദ ആറ്റം. ഓക്കെ, when the size of the atom increases, does the attraction of the nucleus on the outermost electron increase or decrease? ഞാൻ പറഞ്ഞാൽ ഈ ആറ്റത്തിന്റെ സൈസ് കൂടുന്തോറും, ന്യൂക്ലിയസോടെ പോസിറ്റീവ് ചാർജ് ആണ് അല്ലേ, ആറ്റത്തിന്റെ സൈസ് കൂടുന്തോറും എന്ത് സംഭവിക്കും, ഈ ന്യൂക്ലിയസും ഈ ലാസ്റ്റ് ഷെല്ലായിട്ടുള്ള ഈ ലാസ്റ്റ് ഇലക്ട്രോൺ ആയിട്ടുള്ള അട്രാക്ഷൻ കുറയും അല്ലേ. ന്യൂക്ലിയസിന് ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ് കൂടുതൽ അട്രാക്ഷൻ, ഇവിടെ ഇരിക്കുന്ന ഇലക്ട്രോൺ ആണ് കൂടുതൽ അട്രാക്ഷൻ, ഇവിടെ ഇരിക്കുന്നതിനായി. കാരണം എന്താ, ഡിസ്റ്റൻസ് കൂടുന്തോറും ന്യൂക്ലിയസ് ആയിട്ടുള്ള അട്രാക്ഷൻ എന്താണ് കുറയാണ് ചെയ്യുന്നത്. അപ്പോൾ സൈസ് കൂടുന്തോറും എന്ത് ചെയ്യും, സൈസ് കൂടുന്തോറും ഈ ന്യൂക്ലിയസ് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെ അട്രാക്ഷൻ കുറയും. ഓക്കെ, അട്രാക്ഷൻ അതാണ് ഡിക്രീസസ് ആണ്, അവിടെ ഉത്തരം ഡിക്രീസസ്. ദെൻ വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ ദ അയോണൈസേഷൻ എനർജി? അയോണൈസേഷൻ എനർജി എന്ത് ചെയ്യും, ഈ ന്യൂക്ലിയസ് ആയിട്ട് ഈ ഇലക്ട്രോണിന്റെ ഒരു അട്രാക്ഷൻ കുറയാൻ നമുക്ക് എന്ത് പറയാം, ന്യൂക്ലിയർ എനർജി കുറവാണെന്ന് പറയാം അല്ലേ. ന്യൂക്ലിയർ എനർജി അല്ല, സോറി, അയോണൈസേഷൻ എനർജി എന്താന്ന് പറയാം, അയോണൈസേഷൻ എനർജി കുറവാണെന്ന് പറയാം. ഓക്കെ, കാരണം എന്താണ്, അയോണൈസേഷൻ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജിനെയാണ് അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. ഇപ്പം ന്യൂക്ലിയസ് ആയിട്ട് വളരെ അടുത്താണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ അയോണൈസേഷൻ എനർജി കൂടുതൽ വേണ്ടോളൂ, കൂടുതൽ എനർജി കൊടുത്തിട്ട്, കാരണം ഒരു അട്രാക്ഷൻ ഉണ്ട് അല്ലേ, കൂടുതൽ എനർജി കൊടുത്തിട്ട് വേണ്ട ഒരു ഇലക്ട്രോണെ വിട്ടുകൊടുക്കാനായിട്ട്. അപ്പം ഈ ന്യൂക്ലിയസിൽ നിന്ന് കൂടുതൽ ദൂരെയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ കൂടുതൽ അധികം അയോണൈസേഷൻ എനർജി കൊടുക്കേണ്ടി വരും, കാരണം ഇവിടെ നല്ല അട്രാക്ഷൻ ഉണ്ട്. പക്ഷേ ഈ ഇലക്ട്രോണെ വിട്ടുകൊടുക്കാൻ നമുക്ക് അധികം അയോണൈസേഷൻ എനർജി കൊടുക്കേണ്ട ആവശ്യം വരില്ല. കാരണം എന്താ, ഇത് ന്യൂക്ലിയസിൽ നിന്ന് ദൂരെയാണ്, അതുകൊണ്ട് ഈ അട്രാക്ഷൻ കുറവായിരിക്കും. അട്രാക്ഷൻ കുറയാൻ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ടുകൊടുക്കാൻ പറ്റും. അപ്പോൾ അയോണൈസേഷൻ എനർജി എന്താണ്, ന്യൂക്ലിയസിൻ്റെ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതനുസരിച്ച് അയോണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുക. ഓക്കെ, ആറ്റത്തിൻ്റെ സൈസ് കൂടുന്തോറും അയോണൈസേഷൻ എനർജി കുറയും. Can you find out how ionization energy changes as we move from top to bottom in a group? അല്ലേ, ടോപ്പ് ടു ബോട്ടം ഒരു ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ അയോണൈസേഷൻ എനർജി എങ്ങനെയാണ് ചേഞ്ച് ചെയ്യുക? നമുക്കറിയാം, ഗ്രൂപ്പിൽ നമ്മൾ നേരത്തെ കണ്ടു, ഗ്രൂപ്പിന്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് പോകുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കൂടും അല്ലേ. ആറ്റത്തിന്റെ സൈസ് കൂടുമ്പോൾ എന്താ സംഭവിക്കുക, ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോൺ ആയിട്ടുള്ള ദൂരം കൂടും. നിങ്ങൾ നോക്കിയാൽ മതി, ഇതിൽ പേജ് നമ്പർ 73 ഓക്കെ, റൂബിഡിയത്തിന്റെ കാര്യം നോക്കിയാൽ മതി. കേട്ടോ, ന്യൂക്ലിയസ് എവിടെയാണ്, ലാസ്റ്റ് ഷെല്ല് എവിടെയാണ്, ആ ഒറ്റ ഇലക്ട്രോൺ ഇരിക്കുന്നത് ലാസ്റ്റ് ഷെല്ലിലാണ് അല്ലേ. അപ്പം ന്യൂക്ലിയസിന് വളരെ അകലത്തിലാണ് ആ റൂബിഡിയത്തിന്റെ ലാസ്റ്റ് ഷെല്ലുള്ള ഇലക്ട്രോൺ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ്, ഫസ്റ്റ് ഷെല്ല് നോക്കി ഹീലിയത്തിന്റെ ഹൈഡ്രജൻ നോക്കി ന്യൂക്ലിയസിന്റെ തൊട്ടടുത്താണ്. അപ്പോൾ താഴത്തേക്ക് പോകുന്നതോറും സൈസ് കൂടും, സൈസ് കൂടുന്നതോറും അയോണൈസേഷൻ എനർജി എന്തായിരിക്കും, സൈസ് കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം ഈ ന്യൂക്ലിയസും ഔട്ടർമോസ്റ്റ് ഷെല്ലായിട്ടുള്ള അകലം കൂടും, അപ്പോൾ അട്രാക്ഷൻ കുറയും, അയോണൈസേഷൻ എനർജി കുറയും. അപ്പോൾ സൈസ് കൂടുന്നതോറും അയോണൈസേഷൻ എനർജി കുറയും. നമ്മൾ താഴത്തേക്ക് പോകുന്നവർ എന്താ കൂടാ, സൈസ് കൂടാണ് അല്ലേ, അതുകൊണ്ട് തന്നെ അയോണൈസേഷൻ എനർജി കുറയാണ് ചെയ്യുന്നത് ഇതിൽ ഗ്രൂപ്പുകളിൽ. ഓക്കെ, അതാണ് പറഞ്ഞിട്ടുള്ളത്. ദ സൈസ് ഓഫ് ദ ആറ്റം ഇൻക്രീസസ്, അയോണൈസേഷൻ
അയോണൈസേഷൻ എനർജി ഡിക്രീസസ്. സൈസ് കൂടുന്തോറും അയോണൈസേഷൻ എനർജി കുറയുന്നു. ഓക്കെ, പക്ഷെ എന്താണ് അയോണൈസേഷൻ എനർജി ഓൺ മൂവിങ് അക്രോസ് എ പീരീഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഒരു പീരീഡിലാണെന്നുണ്ടെങ്കിൽ അയോണൈസേഷൻ എനർജിക്ക് എന്ത് സംഭവിക്കുന്നതാണ് ചോദ്യം. എന്താണ് അയോണൈസേഷൻ എനർജി പീരീഡിലാണെന്നുണ്ടെങ്കിൽ കൂടും. കാരണം എന്താ, ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്താണ് വന്നത് അല്ലേ. സൈസ് ഡിക്രീസ് ചെയ്യുന്നതോറും എന്താണ് ആ ന്യൂക്ലിയസിൽ നിന്ന് ആ ഇലക്ട്രോണെ വിടുവിക്കാൻ ഭയങ്കര ഭാരമായിരിക്കും. കാരണം സൈസ് കുറയുമ്പോൾ അട്രാക്ഷൻ കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇവിടെ ഗ്രൂപ്പിലാണെങ്കിൽ എന്തായിരിക്കും അയോണൈസേഷൻ എനർജി കൂടുതൽ വേണ്ടിവരും. ഓക്കെ, അയോണൈസേഷൻ എനർജി ഇൻക്രീസസ് ആസ് എ സൈസ് ഓഫ് ആറ്റം ഡിക്രീസസ് എന്ന് എഴുതാം. There is how is the relation between nuclear charge and size of an atom? എന്താ ഞാൻ പറഞ്ഞു, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറയും അല്ലേ. ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, നമ്മുടെ പീരീഡിൽ ആറ്റത്തിന്റെ സൈസ് കുറഞ്ഞത്. ഓക്കെ, ന്യൂക്ലിയർ ചാർജ് കൂടുമ്പോൾ ആറ്റത്തിന്റെ സൈസ് കുറയും. ബാക്കി കുറച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. അയോണൈസേഷൻ എനർജി ഡിക്രീസസ് ആസ് വി മൂവ് ഡൗൺ എ ഗ്രൂപ്പ് ഡ്യൂ ടു ദ ഇൻക്രീസ് ഇൻ ദ സൈസ് ഓഫ് ആൻ ആറ്റം. ചോദിക്കും അയോണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ എങ്ങനെയാണ് വേരി ചെയ്യുന്നത്. അയോണൈസേഷൻ എനർജി ഗ്രൂപ്പിൽ താഴത്തേക്ക് പോകുമ്പോൾ കുറയുന്നു. ഓക്കെ, ആസ് എ റിസൾട്ട് ടെൻഡൻസി ടു ഫോം പോസിറ്റീവ് അയോൺ ഇൻക്രീസസ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അത് അയോണൈസേഷൻ എനർജി കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിട്ടുകൊടുക്കാനായിരിക്കും കൂടുതൽ ടെൻഡൻസി കാണിക്കുക. അപ്പോൾ പോസിറ്റീവ് അയോൺസിനെ ഫോം ചെയ്യും. Atomic size decreases as we move down from left to right in a period. Hence, ionization energy increases. Consequently, they tendency to form a positive ion decrease. Okay, അവർ മേടിക്കാനായിരിക്കും നോക്കുക. അപ്പോൾ പോസിറ്റീവ് ഒരു നെഗറ്റീവ് അയോൺസിനെയാണ് കൂടുതലായിട്ട് ഫോം ചെയ്യുക. അപ്പോൾ ബോക്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അത് മനസ്സിലാക്കുക. നേരം പറഞ്ഞ കാര്യങ്ങൾ ജസ്റ്റ് ഒരു ബോക്സിലാണ് കൊടുത്തത്. ഓക്കെ, മെറ്റാലിക് ക്യാരക്ടറൊക്കെ ആയിട്ടുള്ള റിലേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർന്നു നമ്മൾ ഒരു ക്ലാസ് കൂടെ ഉള്ളതുള്ളൂ. അതുകൊണ്ടൊക്കെ ചെറിയൊരു പ്രശ്നമുണ്ട്, അതുകൊണ്ട് നിർത്താണെന്ന്. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പഠിച്ചത് എന്താണ്, നമ്മൾ പഠിച്ച അയോണൈസേഷൻ എനർജി. നമ്മൾ ആദ്യം പഠിച്ചത് ട്രാൻസിഷൻ എലിമെൻസിൻ്റെ കാര്യം പഠിച്ചു അല്ലേ. ഗ്രൂപ്പ് 13 to 12 ആണ് ട്രാൻസിഷൻ എലിമെൻറ്റ്സ് പഠിച്ചു. ലെന്തനോയിഡ്സ്, ആക്ടിനോയിഡ്സ് അല്ലേ. ലെന്തനോയിഡ്സ് ആ താഴെയുള്ള ഫസ്റ്റ് റോനെ ലെന്തനോയിഡ്സ് എന്ന് പറയുന്നത്, സെക്കൻഡ് റോനെ ആക്ടിനോയിഡ്സ് എന്ന് പറയും. അത് നമ്മൾ ഞാൻ പറഞ്ഞു വെച്ചതായിട്ട് പറഞ്ഞു തന്നിട്ട് ജസ്റ്റ് ഒരു ടേബിൾ നോക്കിയിട്ട് എഴുതാം. അയോണൈസേഷൻ എനർജി അല്ലേ, ലാസ്റ്റ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ ആവശ്യമായ എനർജിനെയാണ് നമ്മൾ അയോണൈസേഷൻ എനർജി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെന്താ പഠിച്ചത്, ഓക്കെ പഠിച്ചോളൂ. പിന്നെ ആ സൈസ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഗ്രൂപ്പിലേക്ക് നമ്മൾ താഴത്തേക്ക് പോകുന്ന ആറ്റോമിക് സൈസ് ഇൻക്രീസ് ചെയ്യും അല്ലേ. അപ്പം അയോണൈസേഷൻ എനർജി ഡിക്രീസ് ചെയ്യും. ഇവിടെയാണെങ്കിൽ ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യും. കാരണം എന്താണ്, ന്യൂക്ലിയർ ചാർജ് കൂടുന്നതുകൊണ്ടാണ് ആറ്റത്തിന്റെ സൈസ് ഡിക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് അയോണൈസേഷൻ എനർജി പീരീഡിൽ കൂടുതലായിരിക്കും, താഴത്തേക്ക് പോകുന്നത് അയോണൈസേഷൻ എനർജി കുറവായിരിക്കും. ചിലപ്പോൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ അതൊക്കെ ജസ്റ്റ് നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ടെക്സ്റ്റ് മൊത്തം വായിച്ച് മനസ്സിലാകാനൊക്കെ വരുന്നത് ഞാൻ പലപ്പോഴും ഞാൻ ക്ലാസ് എടുത്ത് നിങ്ങൾ ഹിൻഡ് പോലെ എഴുതി വെച്ചാൽ നിങ്ങൾക്ക് വായിക്കാൻ പെട്ടെന്ന് മനസ്സിലാവും. ടെക്സ്റ്റ് ബുക്ക് മൊത്തം വായിച്ചാൽ നിങ്ങൾക്ക് പരീക്ഷ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതൊക്കെ ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.